റീസണിങ്ങിലെ അടുത്ത ടോപ്പിക്കാണ് പ്രോബ്ലംസ് ഓൺ ക്ലോക്ക് എന്ന് പറയുന്നത്. സോ യൂഷ്വലി നമ്മൾ ക്ലോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സമയം നോക്കാൻ അല്ലേ. ഈ സമയം നോക്കാനുള്ള ഒരു ക്ലോക്കിനെ വെച്ച് നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ എക്സാമിൽ CUT എക്സാമിൽ എന്തുണ്ടാവും? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അത് ഏതൊക്കെ ടൈപ്പാണ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരി, മിറർ ഇമേജ്. ഓക്കെ, മിറർ ഇമേജ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അവിടെ എന്താണ് മിറർ ഇമേജ്? ഞാനൊരു ഒബ്ജക്റ്റിൻ്റെ സൈഡിലായിട്ട് ഒരു മിറർ വെക്കുമ്പോൾ ഒബിയസ്ലി അതിൻ്റെ റിഫ്ലക്ഷൻ ആ ഒരു മിററിൽ കാണും. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? മിറർ ഇമേജ് എന്ന് വിളിക്കുക. ഈ ഒരു റിഫ്ലക്ഷൻ ശരിക്കും എന്തായിരിക്കും? സൈഡ് മാറും, അല്ലെങ്കിൽ സൈഡ് വൈസ് മാറും. പക്ഷേ ഈ ഒരു മിറർ ഇമേജ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഈ ക്ലോക്കിൽ മാത്രമല്ല, നമുക്ക് റീസണിങ്ങിൽ വേറെയും ഈ മിറർ ഇമേജ് എന്നുള്ള കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ശരി, അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് എന്തുണ്ട്? 2 ക്ലോക്കിൻ്റെ ഇമേജ് തന്നിട്ടുണ്ട്. A എന്നും B എന്നും ഞാൻ അതിനെ വിളിക്കുന്നു. സോ ഈ ഒരു A എന്ന് പറയുന്ന ക്ലോക്ക് ഞാൻ റിയൽ ക്ലോക്കാക്കി വെക്കുന്നു. അതിൻ്റെ അകത്തുള്ള ടൈം എന്ന് പറയുന്നത് 4:30 ആണല്ലേ, 4:30 എന്ന് പറയുന്ന സമയമാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിലായി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മിറർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഈ ഒരു ക്ലോക്കിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കും. ആ ഒരു റിഫ്ലക്ഷൻ ഈ ഒരു B സൈന് പോലെ ആയിരിക്കും. ഇതിൽ നമ്പേഴ്സ് ചേഞ്ച് ആവും, എന്നാൽ പോലും എന്താണ് നമ്മുടെ ഹാൻഡ്സിൻ്റെ സൂചികളുടെ ഒരു രീതി ഇതുപോലെ ആയിരിക്കും. ഇനി നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക, ഈ മിറർ ഇമേജിൽ കാണുന്ന ടൈം എത്രയാണ്? അതായത് ഒരു റിയൽ ക്ലോക്കിൻ്റെ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു ക്ലോക്കിൻ്റെ ടൈം തരും. ആ ക്ലോക്ക് ഒരു മിറർ ഇമേജിൽ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മിററിലൂടെ കാണുകയാണെങ്കിൽ ആ മിറർ ഇമേജിൽ കാണുന്ന ടൈം എത്രയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് നിങ്ങളോട് ചോദിക്കുക. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ശരി, ഇഫ് ദ ക്ലോക്ക് ഈസ് ഷോയിങ് 10:30 ആസ് ടൈം, ഓക്കെ, വാട്ട് വിൽ ബി ദ ടൈം ഷോൺ ഇൻ ദ മിറർ ഇമേജ് ഓഫ് ദ ക്ലോക്ക്? നിങ്ങളുടെ ക്ലോക്കിൽ 10:30 എന്ന് പറഞ്ഞ ടൈമാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ക്ലോക്കിൻ്റെ മിറർ ഇമേജിൽ കാണുന്ന ടൈം എത്രയായിരിക്കും? സോ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ നോർമലി കാണുന്ന ക്ലോക്കിൽ 12 മണിക്കൂർ 12 hours ആണ് നോർമലായിട്ട് ഉണ്ടാവുക ആണല്ലോ. അതായത് 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ 12 എന്നുള്ള സാധനം 12 മണി എന്നുള്ള സമയത്തിന് എനിക്ക് വേറെ ഏതൊക്കെ രീതിയിൽ എഴുതാം? എനിക്ക് വേണമെങ്കിൽ 11:60 എന്ന് എഴുതാമല്ലോ. അതായത് 11 മണി കഴിഞ്ഞ് 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 11 മണി കഴിഞ്ഞ് 60 മിനിറ്റ് പറയുമ്പോൾ അത് എന്തിന് ഈക്വലാണ്? 12 മണിക്ക് ഈക്വലാണ്. സോ ഞാൻ ഇത്രയും ചെയ്താൽ മതി. ഈ പറയുന്ന രീതിയിലുള്ള ചോദ്യമാണ് ചോദിച്ചത് എങ്കിൽ 11:60 നിന്ന് 11:60 എങ്ങനെ വന്നു ഞാൻ പറഞ്ഞു. ഈ 11:60 നിന്ന് നമ്മൾ തന്ന ടൈമായിട്ടുള്ള 10:30 കുറച്ചാൽ മതി. ഓക്കെ, അതായത് 11:60 മൈനസ് നമ്മുടെ തന്ന റിയൽ ടൈം. അപ്പോൾ എന്താണ് വരിക? 60 30 പോയാൽ 30 ആൻഡ് 11 10 പോയാൽ എത്രയാണ്? 1:30. അപ്പം എന്താ അതിൻ്റെ ആൻസർ? നമ്മുടെ 10:30 എന്ന് പറഞ്ഞ് കാണിക്കുന്ന 10:30 കാണിക്കുന്ന ക്ലോക്കിൻ്റെ മിറർ ഇമേജിൽ കാണുന്ന ടൈം എന്തായിരിക്കും? 1:30 ആയിരിക്കും, 1:30 ആയിരിക്കും. വളരെ ഈസി ആയ ഒരു കാര്യമാണല്ലേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരി, ഇഫ് ദ ക്ലോക്ക് ഈസ് ഷോയിങ് 12:15 വാട്ട് വിൽ ബി ദ ടൈം ഷോൺ ഇൻ ദ മിറർ ഇമേജ് ഓഫ് ദ ക്ലോക്ക്? നേരത്തെ പോലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്, ടൈമും തന്നിട്ടുണ്ട്. സോ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, ഈ രീതിയിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ 11:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. പക്ഷെ ഇതിന് ചെറിയൊരു മാറ്റമുണ്ട്, ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് തരുന്ന ടൈം റിയൽ ടൈം അല്ലെ ക്ലോക്കിൽ കാണിക്കുന്ന ടൈം 11 മണിയുടെയും 1 മണിയുടെയും ഇടയിലാണെങ്കിൽ, 11 o'clockൻ്റെയും 1 o'clockൻ്റെ ഇടയിലാണെങ്കിൽ, അതായത് 11:01 മുതൽ 12:59 വരെയുള്ള ഏതെങ്കിലും ഒരു ടൈമാണ് നിങ്ങൾക്ക് തരുന്നത് എങ്കിൽ ഒരിക്കലും 11:60 യൂസ് ചെയ്യാൻ പാടില്ല. ഈ രീതിയിലുള്ള ഒരു ടൈമാണ് തന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടേം എന്ന് പറയുന്നത് 23:60 ആണ്. ഇതെന്തുകൊണ്ടാണ് വന്നത്? ഇത് എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ ടൈമിൻ്റെ കൺസെപ്റ്റിലേക്ക് പോകും. നിങ്ങൾക്കറിയാം റെയിൽവേ ക്ലോക്കിൽ എന്താണ്? 12 പകരം 24 എന്നുള്ള നമ്പറാണ് കാണിക്കുക. 24 മണിക്കൂർ അതിൽ തന്നെ ഡിജിറ്റ്സും ഉണ്ടാവും. സോ ആ ഒരു കൺസെപ്റ്റിലേക്കാണ് പോയത്. ശരി, ഈ 23:60 നമ്മൾ എന്ത് ചെയ്യുന്നു? തന്ന ടൈമായിട്ടുള്ള 12:15 കുറയ്ക്കുന്നു. ശരി, അപ്പോൾ എന്ത് വരും? 60-15 പോയാൽ 45 1 11:45 അല്ലെ 11:45 ആയിരിക്കും എന്ത്? നമ്മുടെ ഈ ഒരു ക്ലോക്ക്, ഈ തന്ന ടൈമുള്ള ക്ലോക്ക് മിറർ ഇമേജിൽ കാണിച്ചാൽ അവിടെ കാണുന്ന ടൈം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ടൈം സാധാരണ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 11:60 നിന്ന് അത് മൈനസ് ചെയ്യണം. ഇനി അതല്ല, തരുന്ന ടൈം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 11നും 1നും ഇടയിലാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 23:60 എന്നുള്ള ടൈമിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? കുറയ്ക്കേണ്ടത്. ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇഫ് ദ ക്ലോക്ക് ഈസ് ഷോയിങ് 7 o'clock, ഇവിടെ എന്തില്ല? വെറും അവേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, ഒരു മിനിറ്റ് എന്നുള്ളൊരു സാധനം ഇവിടെ ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നോക്കുക, നമ്മുടെ ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു
11ൻ്റെയും 1ൻ്റെയും ഇടയിലാണോ നോക്കുക? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ 11:60 നിന്ന് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. സോ 11:60 മൈനസ് 7 മണിക്ക് ഇങ്ങനെ എഴുതാലോ, 7:00 അല്ലേ, 7 മണി. സോ 60 നിന്ന് 00 പോയാൽ എന്താണോ? 60 ആണല്ലേ. 60 ഒരു മാറ്റമില്ല. 11 നിന്ന് 7 പോയാൽ എന്താ കിട്ടുക? 4 ആണ് കിട്ടുക. സോ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 4:60 ആണ്. സോ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ക്ലോക്കിൽ നോക്കി അല്ലെ വാച്ചിലോ ഏത് ഡിവൈസിലാണെങ്കിലും നോക്കി നമുക്ക് ഒരിക്കലും 4:60 എന്ന് പറഞ്ഞൊരു ടൈം കാണാൻ പറ്റില്ല. 4:60 പകരം ശരിക്കും പറഞ്ഞാൽ 4 മണി കഴിഞ്ഞ് 60 മിനിറ്റ്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ മീനിങ് എന്താണ്? 5 മണി എന്നുള്ളതല്ലേ അല്ലേ? 4 മണി കഴിഞ്ഞ് 60 മിനിറ്റ് കഴിയാന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? 5 മണി. സോ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 5 o'clock എന്നാണ്. സോ നമ്മുടെ മിനിറ്റ് തരാതെ വെറും അവേഴ്സ് മാത്രം തരുമ്പം ഇതേപോലെ സാധാ പോലെ ചെയ്തിട്ട് അതിനൊന്ന് ക്ലോക്കിൽ കാണുന്ന രീതിയിലേക്ക് മാറ്റിയാൽ മാത്രം മതി. ഇതാണ് നമ്മുടെ മിറർ ഇമേജ് എന്നുള്ള കൺസെപ്റ്റ്. ഇനി നമുക്ക് വേറെയും കൺസെപ്റ്റുകൾ ഇതിൽ പഠിക്കാനുണ്ട്, നമുക്ക് നോക്കാം. ശരി, ആംഗിൾ മെയ്ഡ് ബൈ മിനിറ്റ് ഹാൻഡ്. മിനിറ്റ് ഹാൻഡ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിനുമുമ്പ് നമ്മുടെ ക്ലോക്കിൽ പ്രധാനമായിട്ട് നമുക്കറിയാം 3 ടൈപ്പിലുള്ള ഹാൻഡ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ സൂചികളായിരിക്കും ഉണ്ടാവുക. ടൈമിനെ ഡിനോട്ട് ചെയ്യുന്ന 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാൻഡ്സ് അല്ലെങ്കിൽ നീഡിൽസ് ആയിരിക്കും നമ്മൾ പൊതുവെ ഒരു ക്ലോക്കിൽ ഉണ്ടാവുക. ഒന്നെന്ന് പറയുന്നത് ലേശം എന്താണ്, നീളം കുറഞ്ഞ് തടി കൂടിയ ഹവർ ഹാൻഡ് എന്ന് വിളിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ വേറെ ആളുണ്ടാവും വളരെ നീളം കൂടിയ കുറച്ച് തടിയുള്ള മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്ന ഒരാളുണ്ടാവും. അതുപോലെ തന്നെ വളരെ മെലിഞ്ഞ അല്ലെ വളരെ തിന്നായിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്ന ഒരാളുണ്ടാവും. ശരി, ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും അവിടെ നമ്മൾ എടുക്കുമ്പം ഈ സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സെക്കൻഡ് സൂചിക്ക് പ്രത്യേക എന്തില്ല, ഒരു റോളില്ല. അവരെ നമ്മൾ ഒഴിവാക്കാറാണ് പതിവ്. അപ്പം ബാക്കി ആരൊക്കെയാണുള്ളത്? മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും. ഈ രണ്ടാളെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കുറേ കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. സോ നമ്മളിവിടെ ആദ്യം തന്നെ നോക്കുന്നത് ഈ മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും. അതിൽ മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കുന്ന ആംഗിൾ ഉണ്ട്. ഓക്കെ, ആംഗിൾ മെയ്ഡ് ബൈ മിനിറ്റ് ഹാൻഡ് എന്നുള്ള ടോപ്പിക്കാണ്. ശരി, നിങ്ങൾക്ക് ഞാനിവിടെ മിനിറ്റ് ഹാൻഡ് ജസ്റ്റ് ചെറുതായിട്ട് ഒരു മിനിറ്റ് ഹാൻഡിനെ ഇവിടെ ഡിനോട്ട് ചെയ്യാണ്. ഈ ഒരു മിനിറ്റ് ഹാൻഡ് നമ്മുടെ ഈ ക്ലോക്കിനെ ഈ 12 നിന്ന് തുടങ്ങി മൊത്തം അങ്ങനെ കറങ്ങി തിരിച്ച് വീണ്ടും 12 എത്താൻ എത്ര ടൈം എടുക്കും? അതായത് നമ്മുടെ ക്ലോക്കിനെ ഫുൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മിനിറ്റ് ഹാൻഡ് എത്ര ടൈം എടുക്കും? 1 മണിക്കൂറല്ലേ, 1 ഹവർ അല്ലേ? ഈ 1 ഹവറിനെ കൊണ്ട് നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കുന്ന നമ്മുടെ റൊട്ടേഷൻ എത്രയാണ്? ഒരു പോയിന്റ് മൊത്തം അല്ലെങ്കിൽ ഒരു സർക്കിൾ മൊത്തം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രി ആണല്ലോ. അതെ അല്ലേ? അതായത് നമ്മുടെ മിനിറ്റ് ഹാൻഡ് മൊത്തം 1 മണിക്കൂർ കറങ്ങി എടുത്ത് വരാൻ എടുക്കുന്ന ടൈം അല്ലെങ്കിൽ ആ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. സോ എനിക്ക് 1 ഹവറിന് എനിക്ക് എങ്ങനെ എഴുതാം? 60 മിനിറ്റ്സ് എന്ന് എഴുതാം അല്ലെ? മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ആംഗിൾ 360 ഡിഗ്രിയാണ്. നമ്മളിവിടെ കാണാൻ ഉദ്ദേശിക്കുന്നത് 1 മിനിറ്റ് കൊണ്ട് ഈ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി മൂവ് ചെയ്യും എന്നുള്ളൊരു ബേസിക് സാധനമാണ്. സോ അതിനെനിക്ക് ഇവിടുന്ന് കണ്ടുകൂടെ? അതായത് 1 മിനിറ്റ് അങ്ങനെയാണെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 60 ആയിരിക്കുമല്ലോ. കട്ടായി പോയി കഴിഞ്ഞാൽ 6 എന്ന് വരും അല്ലേ? 6 ഡിഗ്രി. നമ്മൾ നോക്കുക, 1 മിനിറ്റിൽ നമ്മുടെ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി മൂവ് ചെയ്യും? 6 ഡിഗ്രിയാണ് മൂവ് ചെയ്യുക. വിച്ച് മീൻസ് ഒരു ടിക്ക് എന്നല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ ഒരു ചെറിയൊരു ടിക്ക് എന്നുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമ്മുടെ എവിടെ ഉണ്ടാവുക? ഈ ഒരു ക്ലോക്കിൽ ഉണ്ടാവുക. ഈ ഒരു ക്ലോക്ക് ആ 1 മിനിറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് എത്ര ഡിഗ്രിയാണ് ഇവിടെ മൂവ് ചെയ്യുക? 6 ഡിഗ്രിയാണ്. ഇത് ഓർമ്മിച്ച് വെക്കുക. ശരി, നമുക്ക് ഇതിൻ്റെ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഇൻ 15 മിനിറ്റ്സ്. 15 മിനിറ്റിൽ നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? സോ മിനിറ്റ് ഹാൻഡ് ആണ്, നിങ്ങൾക്കറിയാം മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്ന ആള് 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് 6 ഡിഗ്രി ആണെങ്കിൽ 15 മിനിറ്റ് എത്ര ഡിഗ്രി ആയിരിക്കും? 15 × 6 എത്ര വരും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? 15 × 6 എങ്ങനെ ഈസിയായി ചെയ്യാം? 15 × 2 എത്രയാ? 30 ആണ് അല്ലേ? 30 3 തവണ കൂട്ടുമ്പോഴാണ് 6 വരിക. അതേപോലെ തന്നെ 2 3 തവണ ചെയ്യുമ്പോഴാണ് 6 വരിക. അതുപോലെ 30 എന്ത് ചെയ്യുക? 3 തവണ ചെയ്യുമ്പോൾ എന്ത് വരും? 90 ഡിഗ്രി വരും. ശരി, 90 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഇതൊരു ക്ലോക്ക് ആണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഇവിടെ ആയിരുന്നു, പിന്നെ അങ്ങനെ വന്ന് എന്ത് ചെയ്തു? 15 അല്ലെ? 15 ഇങ്ങനെയാണല്ലോ പൊതുവേ ഉണ്ടാവുക. സോ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. Find the angle made by minute hand if the time is changed from 10:10 to 10:30. 10:10 എന്ന് പറഞ്ഞ ടൈമിൽ നിന്നും 10:30 സമയം മാറി. അങ്ങനെയാണെങ്കിൽ അവിടെ മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്?
ശരി, ഇത് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇവിടെ എത്ര മിനിറ്റ് ആണ് ചേഞ്ച് എന്ന് കണ്ടുപിടിച്ചാൽ പോരെ അല്ലേ? അതായത് 10:10 നിന്ന് 10:30 മാറാൻ എത്ര മിനിറ്റ് എടുക്കും? 10നോട് എത്ര കൂട്ടിയാലാണ് 30 വരിക? 10നോട് 20 കൂട്ടുമ്പോഴാണ് 30 വരിക. സോ ഇവിടുത്തെ മിനിറ്റ് എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പക്ഷേ ചില സമയത്ത് ഇത് നമ്പേഴ്സ് ചിലപ്പോൾ മാറും. 52, 57, അതുപോലെ 12, 13 ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും? പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം സിമ്പിൾ എന്ത് ചെയ്താൽ മതി? തന്ന ഹയർ ടൈം ഉണ്ടല്ലോ അല്ലെ, കൂടിയ സമയം എത്രയാണ്? 10:30 അതിൽ നിന്നും അതിലെ കുറഞ്ഞ ടൈം ഉണ്ടല്ലോ 10:10 കുറച്ചാൽ മതി. അപ്പം എന്ത് വരും? 20 എന്ന് വരും. സോ ഇതെന്താണ്? 20 മിനിറ്റ് ആണ്. ഓക്കെ, ഇതെന്താണ്? ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ ചെയ്യേണ്ടത്. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ ഇവിടെ നമ്മുടെ ഇനി ക്വസ്റ്റ്യൻ മാറി. എനിക്ക് ഇങ്ങനെ പറയാം, ഫൈൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഇൻ 20 മിനിറ്റ്സ് അല്ലെ. 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? എന്താണ്? മിനിറ്റ് ഹാൻഡിൻ്റെ കേസ് നമ്മൾ പഠിച്ചതാണല്ലോ. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ് എത്രയായിരിക്കും? 6 × 20 അല്ലേ? എത്ര വരും? 2 × 6 എത്രയാ? 12. 12ഉം 0ഉം. സോ 120 ഡിഗ്രി ആയിരിക്കും എന്തുണ്ടാവുക? നമ്മളുടെ മിനിറ്റ് ഹാൻഡ് 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ വളരെ സിമ്പിൾ ആണല്ലോ. ശരി, നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ശരി, സെയിം സാധനമാണ് ആംഗിൾ മെയ്ഡ് ബൈ. പക്ഷേ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് മിനിറ്റ് ഹാൻഡ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് ഹാൻഡാണ്? ഹവർ ഹാൻഡാണ്. മണിക്കൂർ സൂചി എന്ന് പറയുന്ന നീളം കുറഞ്ഞ ആ തടി കൂടിയ ആ ഒരു സൂചിയാണ് അല്ലേ. ഇതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മളിത് കൃത്യമായി ഓർമ്മിച്ച് വെക്കുക. രണ്ട് കേസിലും ആംഗിൾ ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിൽ എന്താണുള്ളതെന്ന് കൃത്യമായത് നോക്കണം. ഓക്കെ, സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ പറയുന്നത് അഗെയിൻ ഫുൾ റൊട്ടേഷൻ. നമ്മുടെ ഹവർ ഹാൻഡിൻ്റെ ഫുൾ റൊട്ടേഷൻ ഈ 12-ൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി തിരിച്ച് ഈ 12-ലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് എത്ര ടൈമായിരിക്കും? നമ്മുടെ ക്ലോക്കിൽ നമ്മുടെ ഹവർ ഹാൻഡ് മൊത്തം റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് പഴയ സ്ഥാനത്ത് എത്തുമ്പം എത്ര ടൈം എടുക്കും? 12 മണിക്കൂറാണ്. ഓക്കെ, 12 മണിക്കൂറാണ്. സോ ഇവിടെ 12 hours എന്ന് പറയുന്നതാണ് എന്ത്? 360. ഫുൾ റൊട്ടേഷൻ ഈസ് 360 ഡിഗ്രി. ഓക്കെ, 12 hours 360 ആണ്. അപ്പം നമുക്കത് ഓരോന്നോരോന്നായി കട്ട് ചെയ്ത് വരാം. അങ്ങനെ 12 hours 360 ആണെങ്കിൽ 1 hour എത്രയായിരിക്കും? 360 എനിക്ക് എന്ത് ചെയ്യാം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എനിക്ക് എന്ത് വരും? 3. ഓക്കെ, 30 ഡിഗ്രി എന്ന് വരും. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ മണിക്കൂർ സൂചി 1 മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂർ ചേഞ്ച് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വ്യത്യാസം എത്രയാണ്? അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കപ്പെടുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അതായത് ഈ ഒരു 12-ൽ നിന്ന് അത് നേരെ പോയി 1-ലെത്തി നിൽക്കുമ്പോൾ ഇതിനാണല്ലോ നമ്മൾ 1 മണിക്കൂർ എന്ന് വിളിക്കുക. അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇനി അതല്ല 1-ൽ നിന്ന് 2-ലേക്ക് പോവുകയാണെങ്കിലോ അവിടെയും 30 ഡിഗ്രി. അതല്ല 2-ൽ നിന്ന് 3 ആണെങ്കിൽ എന്ത് വരും? 30 ഡിഗ്രി. അങ്ങനത്തെ 12 സെക്ഷൻസ് ചേർന്നതാണ് നമ്മുടെ എന്ത്? ടോട്ടൽ 360 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു മൊത്തം ക്ലോക്ക്. സോ ഓരോ സെക്ഷൻ 1 മുതൽ 2 12 മുതൽ 1 വരെ 1 മുതൽ 2 വരെയുള്ള ഓരോ സെക്ഷൻ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. സോ 1 മണിക്കൂർ 30 ഡിഗ്രി അല്ലെ, 1 hour 30 ഡിഗ്രി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. 1 hour എനിക്ക് എങ്ങനെ എഴുതാം? 60 minutes എന്ന് എഴുതാലോ. സോ 60 minutes ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 1 minute ഈസ് ഈക്വൽ ടു 30/60 ആണല്ലോ. എന്ത് വരൂടാ? ഹാഫ് ആണല്ലേ. ഹാഫ് ഡിഗ്രി, അര ഡിഗ്രി. അല്ലെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? 0.5 ഡിഗ്രി എന്ന് എഴുതാം. സോ നമ്മൾ പൊതുവെ ഹാഫ് ഡിഗ്രി എന്നാണ് പറയാറ്. സോ ഹവർ ഹാൻഡിന്റെ കേസിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? അര ഡിഗ്രിയാണ്. സോ 1 മിനിറ്റ് നമ്മുടെ ക്ലോക്കിൽ മൂവ് ആവുമ്പം ഹവർ ഹാൻഡ് എത്ര ഡിഗ്രി മാത്രമേ മൂവ് ആവുന്നുള്ളൂ? അര ഡിഗ്രി. അപ്പം മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റ് എന്ന് പറഞ്ഞിരുന്നത് 6 ഡിഗ്രി. ഹവർ ഹാൻഡ് 1 മിനിറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഡിഗ്രി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് വെച്ചോളൂ. ശരി, നമുക്ക് ഇതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ശരി, നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ഫൈൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ഹവർ ഹാൻഡ് ഇൻ 40 minutes. അല്ല, തൊട്ടുമ്പോൾ നമ്മൾ മിനിറ്റ് ഹാൻഡിൻ്റെ കാര്യങ്ങൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്തറിയാം? ഹവർ ഹാൻഡിൻ്റെ കേസിൽ 1 minute ഈസ് ഈക്വൽ ടു ഹാഫ് ഡിഗ്രി, അര ഡിഗ്രി എന്നുള്ള കാര്യമാണ്. സോ അങ്ങനെയാണെങ്കിൽ 40 minutes എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? 40 minutes ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു നമ്മുടെ ഹാഫ്. 40യുടെ പകുതി എത്രയാ? 20 ഡിഗ്രി. സോ 40 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഹവർ ഹാൻഡ് എത്ര മാത്രമേ ഉണ്ടാക്കുള്ളൂ? വെറും 20 ഡിഗ്രി മാത്രമേ മൂവ് ചെയ്യുള്ളൂ. സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ആംഗിളിൻ്റെ ബേസിൽ വരിക. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ഹവർ ഹാൻഡ് ഇൻ 2 hours 30 minutes. ഓക്കെ, 2 മണിക്കൂറും 30 മിനിറ്റും കൊണ്ട് നമ്മുടെ ഹവർ ഹാൻഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്നാണ്. എഗെയിൻ നമുക്ക് എന്തറിയാം? ഹവർ ഹാൻഡിൻ്റെ കേസാണ് പറയുന്നത് എങ്കിൽ
1 മിനിറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ഹാഫ് ഡിഗ്രി, അര ഡിഗ്രിയാണ്. ശരി, ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 2 hours 30 minutes ഇതിന് ചെയ്യാൻ രണ്ട് രീതികളുണ്ട്. ഒന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ മുഴുവനായിട്ട് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 30 minutes തന്നെയാണ്. 2 hours എന്നുള്ളത് എന്താണ്, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 ആണ് അല്ലെ, 60 മിനിറ്റ് ആണ്. അങ്ങനെയാണ് 2 മണിക്കൂറോ 120 മിനിറ്റ് ആയിരിക്കും. സോ 2 മണിക്കൂർ ഞാൻ എന്ത് എഴുതി, 120 minutes എന്ന് എഴുതി. പ്ലസ് എന്തും കൂടെ ഉണ്ട്, നമ്മുടെ 30 minutes കൂടെ ഉണ്ട്. സോ ടോട്ടൽ എത്ര മിനിറ്റ്സ് വരും, നമുക്ക് ടോട്ടൽ 150 minutes വരും. നമുക്ക് എന്താണ് ചോദ്യം, ഈ 150 minutes ഈ പറയുന്ന ഹവർ ഹാൻഡ് എത്ര ഡിഗ്രി മേക്ക് ചെയ്യും? സോ 1 minute ഹാഫ് ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 150 minutes ഈസ് ഈക്വൽ ടു 150 ഇൻറ്റു ഹാഫ് അല്ലെ, 150യുടെ പകുതി എത്രയാണോ, 75 ഡിഗ്രി അല്ലെ. 275 ചേരുമ്പോഴാണ് എന്തുണ്ടാവുക, 150. സോ 150യുടെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്, 75 ഡിഗ്രി ആണ്. ക്ലിയർ ആണല്ലോ? ശരി, ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു രീതിയിലും അപ്രോച്ച് ചെയ്യാം. അഗെയിൻ നമുക്കറിയാം ഹവർ ഹാൻഡിൻ്റെ കേസാണ് പറയുന്നത്. സോ നമുക്കിതിൽ രണ്ട് കാര്യങ്ങൾ അറിയായിരുന്നു. ഒന്നെന്ന് പറയുന്നത് 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഹാഫ് ഡിഗ്രി ആണ്. രണ്ടാമതൊരു കാര്യം നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 hour എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇത് രണ്ടും നമ്മൾ പറഞ്ഞതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈം എത്രയാണ്, 2 hours + 30 minutes അല്ലേ. ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം, ഈ 2 hours 1 hour 30 ഡിഗ്രി ആണെങ്കിൽ 2 hours എത്ര ഡിഗ്രി ആയിരിക്കടാ, 30 ഡിഗ്രി + 30 ഡിഗ്രി അല്ലേ, അതായത് 60 ഡിഗ്രി ഉണ്ടാവും. പ്ലസ് എന്തുണ്ട്, നമുക്ക് എന്തറിയാം, ഈ പറയുന്ന 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ 30 minutes എന്തായിരിക്കും വരിക, 30 ഇൻറ്റു ഹാഫ്, അതായത് 30യുടെ പകുതി, ഹാഫ് ആണ് 30യുടെ പകുതി അല്ലേ. അപ്പം 30 നമ്മുടെ 60 ആണ്. 60 + 30ൻ്റെ പകുതി എത്രയാ, 15. 60 15 എത്രയാണോ, 75 ഡിഗ്രി. ഇങ്ങനെയും ചെയ്യാം. ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യും, ഈ 2 മണിക്കൂറിന് പകരം 5 മണിക്കൂർ 6 മണിക്കൂർ 6 hours 7 hours ആ രീതിയിലൊക്കെ ചോദിക്കും. സോ ഈ 6 7 രീതിയിലുള്ള ഹയർ നമ്പേഴ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് നല്ലത്, നമുക്ക് എന്തറിയാം, 1 hour എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. സോ ഈ ഒരു സാധനം ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്കത് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരി, നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ആംഗിൾ മെയ്ഡ് ബൈ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ്. എന്താ പറയുന്നത്, നമ്മുടെ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് മിനിറ്റ് ഹാൻഡ് ഒറ്റയ്ക്ക് അല്ലെ, മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ, അതേപോലെ ഹവർ ഹാൻഡ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താണ്, രണ്ട് പേരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കുന്ന ആംഗിളിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ക്ലിയർ? ശരി, അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് നോക്കാം, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഈ 12 അല്ലെ, ഇവിടെ എന്തുണ്ട്, ഇത് മിനിറ്റ് ഹാൻഡ് ആണ്. സോറി, ഇവിടെ തന്നിരിക്കുന്നത് മിനിറ്റ് ഹാൻഡ് ആണ്. ആൻഡ് ചെറിയ തന്നിരിക്കുന്നത് എന്താണ്, ഹവർ ഹാൻഡ് ആണ്. ശരി, ഇനി ഈ രണ്ട് പേരും ഉണ്ടാക്കുന്ന ഒരു ആംഗിളാണ് നമ്മൾ ഈ പറയുന്ന വരച്ചിരിക്കുന്നത് അല്ലേ. ഇതൊരു രണ്ട് സൂചികളല്ലേ, രണ്ട് നീഡിലും കൂടെ ഉണ്ടാക്കിയ ഒരു ഹാൻഡിലാണ്, സോറി ആംഗിളാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരാളാണല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും. ഈ രണ്ട് ആംഗിളും ആരുണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും വെച്ചുണ്ടാക്കുന്നുണ്ട്. സോ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക. ഇനി എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെ അതിന് മുമ്പ് ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. സോ നമ്മുടെ ആംഗിളിൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആംഗിളിൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്ത്, ആംഗിൾ ഈസ് ഈക്വൽ ടു 30h മൈനസ് 11/2m. ശരി, ആംഗിൾ ഈസ് ഈക്വൽ ടു 30h മൈനസ് 11/2m. ശരി, ഇവിടെ h എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, m എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. സോ ഇവിടെ h എന്തിനാണ് നോട്ട് ചെയ്യുന്നത്, എത്ര മണിക്കൂർ, അവേഴ്സ് എന്നുള്ള കേസാണ് ഇവിടെ എന്ത് പറയുന്നത്, h പറയുന്നത്. സോ m എന്തായിരിക്കും, h അവർ ആണെങ്കിൽ മിനിറ്റ് m എന്തായിരിക്കും, മിനിറ്റ് ആയിരിക്കും. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക, ആംഗിൾ ഈസ് ഈക്വൽ ടു 30h മൈനസ് 11/2m. ക്ലിയർ ആണല്ലോ? എന്തിൻ്റെ ഇക്വേഷൻ, നമ്മുടെ മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും കൂടെ ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്, ആംഗിൾ ഈസ് ഈക്വൽ ടു 30h മൈനസ് 11/2m. ഓക്കെ, നമുക്ക് ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ശരി, ഫൈൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് അറ്റ് 1:20 അല്ലെ. 1:20 എന്ന് പറഞ്ഞ ടൈം തന്നിട്ടുണ്ട്. അതുപോലെ എന്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഫൈൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് എന്നുള്ളൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്, ആംഗിൾ ഈസ് ഈക്വൽ ടു 30h മൈനസ് 11/2m എന്നാണ്. ശരി, ഇനി എന്തായിരുന്നു h എന്ന് പറഞ്ഞാൽ മണിക്കൂറാണ്, m എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആണ് അല്ലേ.
ഇത് എവിടുത്തെയാണ്? നമ്മൾ ഓൾറെഡി ഇവിടെ ടൈം പറഞ്ഞു 1:20 എന്ന് പറഞ്ഞു. ഈ 1:20 1 എന്ന് പറയുന്നത് എന്താണടാ? അവറല്ലേ, മണിക്കൂറിനെ സൂചിപ്പിക്കുന്നതാണല്ലോ. അതുപോലെ 20 എന്ന് പറയുന്നത് എന്താണ്? മിനിറ്റിനെ സൂചിപ്പിക്കുന്ന അല്ലെ. 1 മണി കഴിഞ്ഞാൽ ഒരു 1 അവർ കഴിഞ്ഞാൽ 1 മണി കഴിഞ്ഞ് എന്താണ്? 20 മിനിറ്റ് എന്നുള്ള കൺസെപ്റ്റാണ് ഈ ടൈം. സോ ഈ എച്ചും സെയിം ആയിരിക്കില്ലേ അല്ലെ. അതേപോലെ ഈ എം എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ അങ്ങോട്ട് വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. സോ 30 ഇവിടെ എച്ച് എത്രയാ? 1 അവർ എന്നുള്ളതല്ലേ. 30 × 1 ഓക്കെ മൈനസ് 11/2 ഇൻറ്റു എം എത്രയായിരുന്നു? ഇൻറ്റു 20. ക്ലിയർ? ഇൻറ്റു 20. ഇനി ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് ഈ 20നെയും 2നെയും കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 10 എന്ന് വരും. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? 30 മൈനസ് 11 ഇൻറ്റു 10 എന്നാകും, വിച്ച് ഈസ് 30 മൈനസ് 110 അല്ലെ. 30 മൈനസ് 110 എന്നാകും. ശരി, 30 മൈനസ് 110 എന്ന് പറയുന്നത് -80 ആണ്. നമുക്കറിയാം ഡിഫറൻസ് ആയി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ബേസിക് മാത്സ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ഈ ഡിഗ്രി അല്ലെങ്കിൽ ആംഗിളിൻ്റെ കാര്യം നമ്മൾ നെഗറ്റീവ് സൈൻ യൂസ് ചെയ്ത് പറയാറുണ്ടോ? ഇല്ല. സോ ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല? ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ ആളുടെ ആവശ്യമില്ല. സോ എനിക്ക് എന്താണ് അവിടെ വാല്യൂ അല്ലെങ്കിൽ ജസ്റ്റ് 80 ഡിഗ്രി അല്ലെ. 80 എന്നുള്ള നമ്പർ മാത്രം എടുത്താൽ മതി. ഞാൻ എന്ത് ചെയ്യണ്ട? ആ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് എന്നുള്ള സൈൻ നോക്കുകയേ വേണ്ട. ക്ലിയർ ആണല്ലോ. സോ ഇവിടുത്തെ ആൻസർ എത്രയാണ്? നമ്മുടെ 1:20 എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും കൂടെ ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രിയാണ്. ഇതാണ് ഇക്വേഷൻ. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ജസ്റ്റ് റഫായിട്ട് നമ്മുടെ ആ ടൈം ഒന്ന് വരച്ച് നോക്കുക. സോ ഇതാണ് നമ്മുടെ ക്ലോക്ക് എന്ന് വിചാരിക്കുക. 12:06:3:9 അല്ല. ഈ രീതിയിൽ റഫായിട്ടൊന്ന് വരച്ച് നോക്കുക. 1 2 1 2 വരും. പിന്നെ അതുപോലെ എന്ത് വരും? 4 5 ആൻഡ് ബാക്കിയുള്ള 7 8 10 11 ഇത്ര ആൾക്കാർ ജസ്റ്റ് റഫായിട്ട് വരച്ച് നോക്കുക. എന്നിട്ട് 1:20 എന്നാണല്ലോ പറയുന്നത്. അപ്പം 1 മണി കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഹവർ ഹാൻഡ് ഉണ്ടാവുക. അതുപോലെ 20 എന്ന് പറയുമ്പോഴോ നമ്മുടെ 4-ന് നേരെയായിരിക്കും അല്ലെ. 4 എന്ന് പറഞ്ഞ ടൈമിന് നേരെയായിരിക്കും. സോ ഇത് ഏകദേശം ഒരു 90 ഡിഗ്രി അറൗണ്ട് ആണല്ലോ വരുന്നത്, വിച്ച് മീൻസ് 80 എന്നുള്ള ഡിഗ്രി എന്താണ്? ഈ ഒരു കാര്യമായിരിക്കും. സോ ഇങ്ങനെ റഫായിട്ട് വരച്ചു നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക? അത് ശരിയാണോ എന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യുക. ഇത് ശരിയാണോ എന്ന് മാത്രം നോക്കാനല്ല, ചില സമയത്ത് നിങ്ങളുടെ ഓപ്ഷനിൽ ഞാൻ പറഞ്ഞു ഇവിടെ 80 ഡിഗ്രി മാത്രമല്ല ആംഗിൾ ഉണ്ടാവുന്നത്. ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിലും എന്തുണ്ട്? 360 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി എന്നുള്ളൊരു ആംഗിൾ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ ഓപ്ഷനിൽ ഈ പറയുന്ന മറ്റേ സൈഡിലുള്ള ആംഗിൾ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അങ്ങനെ തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇത് ഓപ്ഷൻ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കാൻ പാടില്ല. പക്ഷേ ഈ ഒരു സാധനം റഫ് വരച്ച് നോക്കി അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടെ ഉണ്ട് എന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ശരി, പറഞ്ഞ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഗെയിൻ ആംഗിൾ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫൈൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് at 4:40. ഇവിടെ സമയം എത്രയാണ്? 4:40 ആണ്. ശരി, നമുക്കറിയാലോ ആംഗിളിൻ്റെ ഇക്വേഷൻ എന്താണ്? 30h മൈനസ് 11/2 m. ശരി, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? സിമ്പിളായി പറയുന്ന നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ മതി. ശരി, 30 ഇൻറ്റു h എത്രയാണ്? h നമുക്കറിയാം 4 ആണ്. 4 മൈനസ് 11/2 ഇൻറ്റു 40 അല്ലേ. എനിക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 2ഉം 40യും കട്ട് ചെയ്യാം. എത്ര വരും ഇവിടെ? 20 വരും അല്ലെ. 20 ആണ് വരിക. ശരി, എനിക്ക് എന്ത് ചെയ്യാം? 3ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 3ഉം 4ഉം കൂടെ എന്ത് ചെയ്യാം? അപ്പോൾ എന്ത് വരും? 120 മൈനസ് ശരി 20 ഇൻറ്റു 11 എന്നാണ് വരിക. ഓക്കെ, എന്താണ് വരിക? 20 ഇൻറ്റു 11. 20 ഇൻറ്റു 11 എത്രയാണോ? 120 മൈനസ് 220 ആണല്ലോ. 120 മൈനസ് 220 എത്രയാ? ഇറ്റ് ഈസ് 100 ഡിഗ്രി. ശരിക്കും -100 ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു മൈനസും പ്ലസും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട അല്ലേ. ഇവിടെ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ എന്ത് കൺസിഡർ ചെയ്യേണ്ട? നമ്മുടെ സൈന് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ എന്താണ് വരിക? സോറി, ഇവിടെ മൈനസ് ആണ്. ഇവിടെ മൈനസ് ആണ്. 120 മൈനസ് 220 എന്ത് വരും? 100 ഡിഗ്രി എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഇത് കഴിഞ്ഞിട്ടില്ല, വിച്ച് മീൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് കൺഫേം ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റഫ് ഫിഗർ വരച്ച് നോക്കുക. 12 6 3 ആൻഡ് 9 തൽക്കാലം. ഓക്കെ, ബാക്കിയുള്ള ഫിഗർ ഇങ്ങനെ വേഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, 1 2 4 5 ആൻഡ് 7 8 ഒരു റഫ് ഫിഗർ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ടൈം ഒന്ന് അവിടെ കൊടുത്ത് നോക്കുക. സോ 4:40 എന്നാണ് പറയുന്നത്. 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതവിടെ ഹവർ ഹാൻഡ് 4ൻ്റെ ഇടയിൽ 5ൻ്റെ ഇടയിലായിരിക്കും. അതുപോലെ 40 എന്ന് പറയുന്ന ടൈമോ നമുക്കറിയാം 9ന് നേരെ വരുമ്പോഴാണ് 45 എന്ന് പറയാം ആണല്ലോ. പക്ഷേ അതല്ലെങ്കിൽ എന്താണ് വരിക? ഏകദേശം ഈ ഒരു സ്ഥലത്തായിട്ടായിരിക്കും വരിക. ഓക്കെ, 8ൻ്റെ നേരെ ആയിരിക്കും വരിക. ഇതെന്ന് പറയുന്നത് 90യോട് അടുത്ത് നിൽക്കുന്ന ഒരു ആംഗിൾ ആണ്. സോ ഒബ്വിയസ്ലി എന്തായിരിക്കണം? 100 ഡിഗ്രി ആയിരിക്കണം. ക്ലിയർ?
ഇത് നമ്മൾ വരയ്ക്കുന്നത് ഇത് ഉത്തരം ശരിയാണോ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വേണ്ടി മാത്രമല്ല, ജസ്റ്റ് ഒരു റഫായിട്ട് വരച്ച് നോക്കുക. ആൻഡ് ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഉണ്ടാവുക, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിൾ ആയിരിക്കും, അതായത് 360 മൈനസ് 100 ഡിഗ്രി എന്നുള്ളൊരു ആംഗിൾ ആയിരിക്കും. അതും ഒരു പക്ഷേ ഓപ്ഷനിൽ തരാം. സോ ഇതാണ് നമ്മുടെ ക്ലോക്കിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പൊതുവേ നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ശരി, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം.